നമസ്കാരം. നമസ്കാരം. അതായത് നമ്മുടെ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ മണ്ഡലം രാജകീയ മണ്ഡലമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. കൊച്ചി രാജവംശത്തിൻ്റെയൊക്കെ സ്ഥലമായിരുന്നു. അവിടെ കൊച്ചി രാജ്യവുമായി ബന്ധപ്പെട്ട ധാരാളം കഥകളുള്ള ഉറങ്ങുന്ന സ്ഥലമാണ്. ഇലക്ഷന് ആളെ നിർത്തുമ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളായിരുന്നു ആദ്യമൊക്കെ നിർത്തി. NDPന്റെ അടക്കം സ്ഥാനാർത്ഥിനെ വിജയിപ്പിച്ചുള്ള ഒരു സ്ഥലമാണ് ഈ തൃപ്പൂണിത്തുറ 82. അവിടുന്ന് ഇങ്ങോട്ട് CPMന്റെ ഒരു തേരോട്ടമായിരുന്നു. രാമകൃഷ്ണന്റെ ടി കെ രാമകൃഷ്ണന്റെ ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിട്ടുള്ള ആളാണ് അദ്ദേഹം. പക്ഷേ പിന്നീട് ആ സമയത്ത് കുറെ കൊലപാതകങ്ങളൊക്കെ നടന്നതിനെ തുടർന്ന് അദ്ദേഹം തോറ്റു. പിന്നീട് ഗുണ്ടാകാര്യങ്ങൾ തമ്മിലുള്ള ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടായി അവിടെ. അപ്പം ഈ തൃപ്പൂണിത്തുറ ഇപ്പോൾ ലാസ്റ്റ് ചെന്ന് നിൽക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 362 വോട്ടിന്റെ ഭൂരിപക്ഷം UDFനാണ്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാബു ആണ് അവിടെ ജയിച്ചിട്ടുള്ളത്. അത് കുറഞ്ഞ വോട്ടിനാണ് ജയിച്ചിട്ടുള്ളത്. അതിന് മുമ്പത്തെ തവണ സ്വരാജ് ആയിരുന്നു. കഴിഞ്ഞ വർഷം തോറ്റത് സ്വരാജ് ആയിരുന്നു. സ്വരാജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല CPMന്റെ ഏറ്റവും നല്ല ഒരു യുവ നേതാവായിരുന്നു. എന്നിട്ട് പോലും തോറ്റു. ശബരിമലേന്റെ ഇഷ്യൂ ഭയങ്കരമായിട്ട് അവിടെ എഫക്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം അത് മാളികപ്പുറത്തിന് അയ്യപ്പനുമായി കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്ന ഒരു കഥ ഉണ്ടാക്കി ഹിന്ദു സമുദായത്തെ മുഴുവൻ വെറുപ്പിച്ച ഒരാളായിരുന്നു. പിന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ അയാളെ പ്രസംഗം നാടുപഴന്നുള്ളതുകൊണ്ട് അത് എഫക്റ്റ് ചെയ്തു ശരിക്കും. ഇപ്പം ആരായിരിക്കും സ്ഥാനാർത്ഥി, ആര് വിജയിക്കാനാണ് സാധ്യത? ആ മണ്ഡലത്തിൻ്റെ ഫുൾ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് പറയാമോ? മണ്ഡലത്തിൽ മുമ്പ് എങ്ങനെയായിരുന്നു? 1982 മുതൽ ആരാ ജയിച്ചത് എന്ന് കൃത്യമായി പറയാം. ഏതൊക്കെ പാർട്ടികളാണ് 82 ശേഷം മെയിനായിട്ട് ജയിച്ചിരിക്കുന്നത് 82 KGR കർത്ത NDP. അത് കരുണാകരൻ SRP NDP രണ്ട് പാർട്ടികൾ, ഈഴവന് സ്വന്തം പാർട്ടി, നായർക്ക് സ്വന്തം പാർട്ടി എന്നുള്ള മട്ടിൽ ഉണ്ടാക്കി കൊടുത്താണ്. അത് കുറെ പ്രായോഗികമായിട്ട് കോട്ടയം സീറ്റൊക്കെ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ പഴയ ജഡ്ജിയെ നിർത്തിയാണ് കോട്ടയം സീറ്റ് പിടിച്ചെടുത്തത്. അദ്ദേഹം പിന്നെ എക്സൈസ് മിനിസ്റ്ററൊക്കെ അതേ പ്രാക്ടീസ് തന്നെയാണ് തുടർന്നത്. പക്ഷെ കരുണാകരൻ അദ്ദേഹത്തിന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഈ ജാതി സംഘടനകളെ നശി അത്തരം രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഓപ്പോസിറ്റ് 82 കർത്തയാണ്. നമുക്ക് അത്ഭുതപ്പെടുന്ന കാര്യം കർത്ത അവിടെ CPM മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് അല്ലാതെ വേറൊരു സ്ഥാനാർത്ഥി NDP ആണെന്നുള്ളതാണ്. ഇനി ഇതില് തൃപ്പൂണിത്തുറ വേറും ജാതി ഇല്ല എന്ന് അല്ലെ മതപരമായ കൺഫെഡറേഷൻ ഇല്ല എന്ന് പറയുകയും ടി കെ രാമകൃഷ്ണനെ തോൽപ്പിച്ച് KGR കർത്ത ഇത് പിടിച്ചപ്പോൾ തുച്ഛമായ വോട്ടാണ് അങ്ങനെ ജയിക്കുന്നത്. എന്നാൽ പോലും 6 CPMകാർക്കിട്ട് കൊണ്ടു. അപ്പോഴാണ് CPMന്റെ ഉള്ള ജാതി പുറത്തു വന്ന പിറ്റേ പ്രാവശ്യം അവർ മത്സരിപ്പിച്ചത് V വിശ്വനാഥ മേനോനെയാണ്, ധനകാര്യമന്ത്രിയാണ്. കർത്താവിനെ പിന്നെ കോൺഗ്രസ് CPM തന്നെ പോയെ CPM തന്നെ വിശ്വനാഥനാണ്, വടക്കൂട്ട് വിശ്വനാഥനാണ്. അപ്പം ആ വിശ്വനാഥനെ അവിടെ മത്സരിച്ച് ജയിപ്പിക്കുകയായിരുന്നു. കാരണം അവിടെ തന്നെയുള്ള രാജകുടുംബത്തിൽ നിന്നുള്ള ഒരാളെ ഇറക്കി. അപ്പോൾ ഇവരില്ല എന്ന് പറയും. പക്ഷെ അവർ പ്രകടമായി ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളാണ്. വിശ്വനാഥൻ നായരായതുകൊണ്ടോ അല്ലെ ആ മേനോനായതുകൊണ്ടോ ഇറക്കി നല്ല പറയുന്നത്. പിന്നെ വർഗ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ ഏറ്റവും നല്ല ആളെന്ന് ഇറങ്ങുന്നത്. പിന്നെ അത് തന്നെ അതേത് വർഷമാണ് വിശ്വനാഥ മേനോൻ ജയിക്കുന്നത്? 1987. പിന്നെ കെ ബാബുവിന്റെ കാലമായിരുന്നു. കെ ബാബു ഇങ്ങോട്ട് വന്നിട്ട് ആദ്യം കെ ബാബു എത്ര വോട്ടിന് അയച്ചത്? ആദ്യം കെ ബാബു ജയിച്ചിരിക്കുന്നത് 14,000 വോട്ട്. അതേത് വർഷം? അല്ല, ആദ്യം ജയിച്ചത് 1996 അദ്ദേഹം ജയിച്ചത്. അല്ല, 91 ജയിക്കുന്നുണ്ട്. അത് 491. പിന്നെ കൂടിയ ഭൂരിപക്ഷത്തിൽ കിട്ടുന്ന ഒന്ന് 1996 14,000 വോട്ട് രണ്ടാമതും ജയിച്ചു. പിന്നെ അടുത്ത തവണ ക്രൈമിന്റെ ഒരു രംഗപ്രവേശം ഉണ്ടായിരുന്നു. അവിടെ ചന്ദ്രൻപിള്ള ആയിരുന്നു സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്ക് ചന്ദ്രൻപിള്ളയോടുള്ള ദേഷ്യമല്ല, ഇടതുപക്ഷം തോൽക്കണം, എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു 99 അർദ്ധരാത്രി. അപ്പോൾ എനിക്കൊരു പകരം വീട്ടാൻ 25 മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത ഒന്ന് തൃപ്പൂണിത്തുറയാണ്. ആ തൃപ്പൂണിത്തുറയിൽ ഞാൻ ക്രൈമിന്റെ കോപ്പി ഇറക്കി. അവിടെ ഭയങ്കര അടിയും ഇടിയും മേലെ പൊളിക്കലും ഒക്കെ ആയിരുന്നു, കത്തിക്കലും ഒക്കെ ആയിരുന്നു. എന്തായാലും 25,000 വോട്ടിന് UDF ജയിച്ചു. ഒരു ക്രൈമിന് വിചാരിച്ചാൽ 10,000 വോട്ട് അധികം ഉണ്ടാക്കി കൊടുക്കാൻ തൃപ്പൂണിത്തുറ കഴിയത്തുള്ളൂ. 2001 അത് കെ ബാബുവിന് പങ്കൊന്നുമില്ല. CPMനുള്ളിലുള്ള പാർട്ടിയിലെ എതിർ പാർട്ടി ആൾക്കാരെ കൊണ്ട് ഞാൻ വിതരണം ചെയ്തു എല്ലാ വീടുകളിലും. ടി കെ രാമകൃഷ്ണൻ ഇവിടുന്ന് പോകേണ്ടി വന്നതുകൊണ്ടല്ലേ. ടി കെ രാമകൃഷ്ണൻ ഇവിടുന്ന് പോയി കോട്ടയത്തേക്ക് പോകേണ്ടി വന്നതിന്റെ കാര്യം ടി കെ രാമകൃഷ്ണൻ ആർക്കും പ്രത്യേകിച്ച് വെറുപ്പൊന്നുമില്ല, പാർട്ടിക്കാരനല്ല, ആ രീതി ധാർഷ്ട്യമില്ല. പിന്നെ 15,000. പിന്നെ ഈ സ്വരാജ് ഇത്രയും പ്രധാനപ്പെട്ട സ്വരാജ് വന്നിട്ട് അവർക്ക് CPMന്റെ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് അവതരിപ്പിച്ചിട്ട് 5,000 താഴെ വോട്ട് ഭൂരിപക്ഷമുള്ളൂ. ഒരു പ്രാവശ്യം ജയിക്കാൻ അത് ജയിക്കുന്നത് 2016.
16 ആ ഈ കഴിഞ്ഞ ദിവസം ഈ ലാസ്റ്റ് അതിന് മുമ്പ് 2001 ശേഷം പിന്നെ ആര് ജയിച്ചത്? കെ ബാബുവിനെ വീണ്ടും ജയിച്ചു. 7342 2006 ജയിച്ചു. 2011 വീണ്ടും കെ ബാബു 15,778 വോട്ടിന് ജയിച്ചു. കെ ബാബു ആണ് അവിടെ ഏറ്റവും കൂടുതൽ തവണ ജയിച്ചിട്ടുള്ള ആള്. അതായത് 1, 2, 3, 4, 5, 6 തവണ വിജയിച്ചു. 6 തവണ ജയിച്ച ഒരാള് എന്ന് പറയുന്നത് കെ ബാബു ആണ്. കെ ബാബുവിന്റെ പ്രത്യേകത എന്താ അറിയോ? അദ്ദേഹം അവിടെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ, അവിടെ ഒരു മരണച്ചടങ്ങ് അല്ലെങ്കിൽ അടിയന്തരം ഉണ്ടെങ്കിൽ അദ്ദേഹം ചോദിക്കുന്നില്ല. അദ്ദേഹം തൃപ്പൂണിത്തറക്കാരനായി അവരെ ബന്ധുവായിട്ട് ആ വീട്ടിൽ ചെറിയ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് എല്ലാവരെയും ഇതാക്കി മരണ വീട്ടിലേക്കാണ് അദ്ദേഹം കൂടെ ഉണ്ടാവും. എവിടെയാന്നുള്ളത് അദ്ദേഹത്തെ വിളിച്ചു പറയുന്നു വേണ്ട. ജനകീയനായ ഒരു ഒരു പിന്നെ ഇതെന്തില്ല, അഹങ്കാരം എന്നുള്ള സാധനമില്ല. അദ്ദേഹം ഏത് സമയത്ത് എവിടെയും പ്രത്യക്ഷപ്പെടും. കാരണം ജനങ്ങളെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എത്തും. ഒരു തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അവിടെ എത്തി പരിഹരിക്കും. അങ്ങനെ ഒരു ഇതുകൊണ്ടാണ് അദ്ദേഹം കയറി. ഇപ്പൊ അദ്ദേഹത്തെ അസുഖമായി. നമുക്ക് നമ്മൾ അവർ അംഗീകരിക്കേണ്ട രാഷ്ട്രീയ നേതാക്കന്മാർ എങ്ങനെയിരിക്കണം എന്ന് വെച്ചാൽ കെ ബാബുവിനെ പോലെ ആയിരിക്കണം. ഞാൻ അലറി വിളിച്ച് സംസാരിക്കുന്ന ആളല്ല. കൃത്യമായി അദ്ദേഹം കഴിഞ്ഞ വർഷം വേറെ ബാർക്കോഴ വിവാദമൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിനെതിരെ കള്ളപ്പരാതി വ്യാജമായിട്ട് അതൊക്കെ ഉണ്ടാക്കിയിട്ട് പോലും സ്വരാജ് 4,000 വോട്ടിനയച്ചു. ആ ബാർക്കോഴ വിവാദം വന്ന 2016 ഇലക്ഷനിൽ മാത്രമാണ് അയാൾ അങ്ങനെ തോറ്റുപോയത്. വീണ്ടും തിരിച്ചു പിടിച്ചത് സ്വരാജിനെ തോൽപ്പിച്ചിട്ടാണ്. കുറഞ്ഞ വോട്ടിനാണെങ്കിലും തോൽപ്പിച്ചല്ലോ. പിന്നെ അച്ഛൻ ഈ ബാർക്കോഴ വിവാദമൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തെ നശിപ്പിച്ചു കളഞ്ഞു. ശരിക്കും അദ്ദേഹത്തിൽ ഈ വിഴിഞ്ഞം പോർട്ടൊക്കെ കൊണ്ടുവരുന്നതിൽ ഉമ്മൻചാണ്ടിയോടൊപ്പം ഏറ്റവും നിർണായക പങ്കുവഹിച്ച ആളാണ് ആര്? കെ ബാബു. ഈ എക്സിക്യൂഷൻ ലെവലിൽ ഭരണ നേട്ടങ്ങൾ നടപ്പാക്കുന്ന ലെവലിൽ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത അനുയായി. അല്ല, ഉമ്മൻചാണ്ടിയുടെ ഹൃദയ സൂക്ഷിപ്പുകാരനായിരുന്നു. അതിന് ഉദാഹരണം ഉണ്ടായി. കോതമംഗലത്ത് ഈ സമരം വന്നല്ലോ നേഴ്സുമാരുടെ. അവിടെ ഈ ആദ്യം ചില സംഘടനകളെ കയറി അവിടെ കളിച്ച ശേഷം അവരവിടെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള സമരം നീട്ടിക്കൊണ്ടുപോകാനുള്ള പരിപാടി. അപ്പോൾ ഞങ്ങളെ പത്രം ഉണ്ടായിരുന്നു. ആ പത്രത്തിൽ ഡെയിലി വാർത്ത ചെയ്തുകൊണ്ടപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ അവർ എന്നോട് എല്ലാ കഥകളും പറഞ്ഞു. അപ്പം ഞാൻ ഇടപെട്ടിട്ട് ഈ ഇതിൻ്റെ ആളുകളുണ്ടല്ലോ, അവർ സഭയുടെ ആൾക്കാരെ ഞാൻ ബന്ധപ്പെട്ടു. അവരിത് തീർക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു. അതേപോലെ ഈ ഭാഗത്ത് പറഞ്ഞു. ഞാൻ ഉമ്മൻചാണ്ടീനെ വിളിക്കുന്നതിന് പകരം ബാബുവിനോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അത് കൈകാര്യം ചെയ്തോ, ഞാൻ ഉമ്മൻചാണ്ടിയോട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മൻചാണ്ടിയായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു. PC ജോർജ് അന്ന് അവരുടെ ചീഫ് വിപ്പൊക്കെ ആയിരുന്നു. അതായത് PC ജോർജ് വന്നു, അവരെ സംസാരിച്ചു, എല്ലാം ഫൈനലൈസ് ചെയ്ത്. അതിൻ്റെ ഇടയിൽ ഇവർ വാക്ക് തെറ്റിച്ചു. ഈ മാനേജ്മെന്റ് വാക്ക് തെറ്റിച്ചപ്പോൾ എന്ത് ചെയ്തു? ഈ കുട്ടികൾ എന്ത് ചെയ്തു? സമരത്തിൽപ്പെട്ട് ഇതിന്റെ മോളിൽ പോയി ആത്മഹത്യ എന്ന് പറഞ്ഞു. ആത്മഹത്യ എന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ഉമ്മൻചാണ്ടി. ഇങ്ങനെയുണ്ട്. രാവിലെ തന്നെ അന്ന് ഇതാണ് സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ഡേ ആണോ ഇൻഡിപെൻഡൻസ് ഡേ ആണോ അറിയില്ല, ഏതോ ഡേ. അപ്പോൾ അന്ന് രാവിലെ ഉമ്മൻചാണ്ടി എന്നെ രാവിലെ വിളിക്കുക. എങ്ങനെയുണ്ട് നന്ദകുമാർ, ഒന്ന് ഇടപെടാമോ എന്ന് വെച്ചപ്പോൾ അവിടെ പോലീസ് സംവിധാനമൊക്കെ അറേഞ്ച് ചെയ്യാം, അവിടെ ചെന്നിട്ട് ആ സമരം തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെല്ലുകയാണെങ്കിൽ അവിടെ പോകാൻ പറ്റില്ല. അന്ന് അത്രയും അവിടെ പോലീസ് ബന്ദോബസ്താണ് അവിടേക്ക്. ഒരു മുകളിൽ കയറി ഇതോടുകൂടി ഭയങ്കര എന്തോ ഒരു സംഭവം അവിടെ ഹർത്താലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ എന്നെ പോലീസ് കൊണ്ടുപോയി. എന്നെ മുകളിൽ RDO ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് മറന്നു, ഷാനവാസ്, അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ മുകളിൽ കയറി. കുട്ടികൾ എന്നോട് സംസാരിച്ചു. ഭാഗ്യത്തിന് നിർഭാഗ്യത്തിന് എൻ്റെ ഫോൺ ഔട്ട് ഗോയിങ് എനിക്ക് കട്ടായിപ്പോയി. എനിക്ക് മറ്റുള്ള ആൾക്കാരെ അങ്ങോട്ട് വിളിക്കാനുള്ളത് ഉണ്ടായില്ല. ഞാൻ ഷാനവാസിൻ്റെ ഫോണിൽ നിന്നാണ് മന്ത്രി ബേബി ജോണിൻ്റെ മകൻ ഉണ്ടല്ലോ, ഷിബു ബേബി ജോണിനെ വിളിച്ചത്. അദ്ദേഹമായിരുന്നു ഇത്തരം ഈ ഹോസ്പിറ്റലിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കിയിരുന്ന ആരോഗ്യമന്ത്രി ഇരുന്ന തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടേക്ക് ബാംഗ്ലൂർക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ബാംഗ്ലൂർക്ക് എങ്ങനെ പോവുക, കുട്ടികളുടെ സമരം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതൊക്കെ മാറ്റിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ചീത്ത പറഞ്ഞു. ഈ ഷാനവാസിൻ്റെ ഫോണെന്നാണ് വിളിക്കുന്നത്, RDOൻ്റെ. അങ്ങനെ കുട്ടികളെല്ലാം പറഞ്ഞ് അവർ സംസാരിച്ച് എല്ലാം ലെവലാക്കി താഴെ എത്തി. അന്ന് തീർത്തു. ഞാൻ അങ്ങോട്ട് പോരിച്ചു. എനിക്ക് തിരുവനന്തപുരത്ത് ലാവലിംഗ് കേസുണ്ട് പിറ്റേ ദിവസം. ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഇറങ്ങി വന്ന കുട്ടികൾ അവിടെ അവർ പറഞ്ഞ വാക്കൊന്നും അവിടെ അവർക്ക് ആ പഴയ പൊസിഷൻ കൊടുക്കാത്തതുകൊണ്ട് വീണ്ടും കുട്ടികൾ മുകളിൽ സമരം തുടങ്ങി. അങ്ങനെയാണ് ഭയങ്കര VS അച്യുതാനന്ദനൊക്കെ വന്നൊരു സമയം. ഞാൻ അന്ന് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുകയാണ് ഈ തീരാൻ വേണ്ടിയിട്ട്. ഉമ്മൻചാണ്ടി അത് അവസാനം വരെ ആ തീരുന്ന വരെ എന്നോട് പറഞ്ഞു പോകരുത്, ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു, ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. എന്നിട്ട് ഞാൻ വരെ കൺവേ ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ച് അത് തീർത്ത ശേഷം ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഒരു ഉമ്മൻചാണ്ടിയെ പറ്റി ഓർക്കാതെ വയ്യ. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി നമുക്ക് വേറെയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇവിടെ ആ ബാബു അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട, അതിന് ബാബു ആണ് എന്നെ വിളിച്ചത്
ഇതിനെ പോലീസ് സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്തതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ അതിന് ശേഷം ബാബു അവിടുന്ന് അല്ല, ബാബുവിന് കോതമംഗലം കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യം പോലും ഇല്ല അദ്ദേഹം മന്ത്രിയായിരുന്നല്ലോ, മന്ത്രിയായിരുന്നു, ഇടപെടണമല്ലോ. അപ്പൊ ഇത് കഴിഞ്ഞു. അപ്പൊ ഈ ലാസ്റ്റ് ബാബുവാണ് ജയിച്ചത്. ഇപ്പോൾ 382 വോട്ടിന്റെ ഭൂരിപക്ഷമാണോ അവിടെ എത്ര BJP കിട്ടി കഴിഞ്ഞ ശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ? അവിടെയാണ് നമ്മൾ കഴിഞ്ഞ വെച്ചടി കയറുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. BJPക്ക് അവിടെ എന്തെങ്കിലും അട്ടിമറി സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഇവിടെയാണ്. പിന്നെ ഈ പിണറായിയും വരും തമ്മിലുള്ള ധാരണ ഉണ്ടായിട്ട് CPM-ഉം BJP-യും കൂടെ ധാരണ ഉണ്ടായാൽ ചില അട്ടിമറികൾ നടത്താൻ അവർക്ക് കഴിയും എന്നുള്ളത് പറ്റിയ സ്ഥലമാണ് ഇവിടെ. പക്ഷെ അവിടുത്തെ BJP-ക്കാർ പിണറായി വിജയനെതിരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്താ വന്നാൽ അവിടുത്തെ BJP-ക്കാർ കോൺഗ്രസിന് വോട്ട് ചെയ്യും. അവിടുത്തെ മുനിസിപ്പാലിറ്റി കിട്ടിയ BJP കിട്ടിയെന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കൊണ്ടല്ല, അവരുടെ ഇത് കൊണ്ടാണ്. ഇത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന്റെ അല്ലേ? ലോക്സഭയിൽ കഴിഞ്ഞ ശേഷം 66,661 വോട്ട് UDF-ന് കിട്ടിയിട്ടുണ്ട്. BJP-ക്ക് 27,951 37,696 വോട്ടേ ആർക്കുള്ളൂ? LDF-നുള്ളൂ. 31,965 വോട്ടിന്റെ ഭൂരിപക്ഷം ലോക്സഭയിലുണ്ടെങ്കിലും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടുള്ളത്? തദ്ദേശത്തിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞില്ല 362 വോട്ട്. അല്ല, അതെ, എത്ര വോട്ട് കിട്ടി ഓരോരുത്തർക്കും? തൃപ്പൂണിത്തുറയില് 61,000 വോട്ട് UDF-ന് കിട്ടിയിട്ടുണ്ട്. 60,783 വോട്ട് CPM-ന് കിട്ടിയിട്ടുണ്ട്. 31,327 വോട്ട് BJP-യും കിട്ടിയിട്ടുണ്ട്. 30,000. BJP അവിടെ വിജയിക്കാനുള്ള യാതൊരു സാധ്യതയില്ല ഇന്നത്തെ അവസ്ഥ. പ്രത്യേകിച്ച് കേന്ദ്രം ഒരു മണ്ണാങ്കട്ടിയും കൊടുക്കാതെ ആമമുട്ട മാത്രം കൊടുത്തിട്ട് ഇരിക്കുന്ന സുരേഷ് ഗോപിക്ക് ആകെ വരണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി BJP വിടുന്നു എന്നുള്ള പ്രചരണം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാവട്ടെ, ഇവിടെ ഇപ്പം ഈ തൃപ്പൂണിത്തുറയിൽ ഇന്നത്തെ സ്ഥിതിയിൽ ഇന്നത്തെ ട്രെൻഡ് കൊണ്ട് UDF വിജയിക്കാം. കാരണം കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം കാരണം സ്ഥാനാർത്ഥി തന്നെ പാളിപ്പോയ മൊത്തം പാടും. അവിടെ നല്ല സ്ഥാനാർത്ഥി ആവുക എന്നുള്ളത് പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. CPM-നുള്ളിൽ വലിയ തോതിലുള്ള അവിടെ ഭയങ്കര ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഉദയംപേരൂർ അടക്ക പ്രാവശ്യം CPM-ന്റെ അടുത്തുനിന്ന് UDF പിടിച്ചെടുത്തു ഭരണം. ഉദയംപേരൂർ എന്ന് പറഞ്ഞാൽ CPM-ന്റെ ശക്തി കേന്ദ്രമായിരുന്നു. രാജീവ് പഞ്ചായത്ത്. അപ്പൊ ഇവിടെ ഞാൻ മനസ്സിലാക്കി രാജു P നായരാണ് അവിടെ സ്ഥാനാർത്ഥിയാൻ പോണു. രാജീവിന് തൃപ്പൂണിത്തുറയ്ക്ക് മഴയൊക്കെ പൊടി ആഗ്രഹമുണ്ട്. അതൊക്കെ സുരക്ഷിതമല്ല. കളമശ്ശേരി 15,000 വോട്ടിന്റെ പിന്നിലാണ് UDF LDF. 15,000 വോട്ടിന്റെ അതെ. കളമശ്ശേരി 14,367 വോട്ടിന്റെ ഭൂരിപക്ഷം UDF-നാണ് കളമശ്ശേരി. ഇപ്പൊ ഉണ്ട്. പിന്നെ തൃപ്പൂണിത്തുറ മാത്രമാണ് കുറച്ച് ആശ്വാസമുള്ളത്. 362 വോട്ടിന്റെ മാത്രമാണ് ഇപ്പോൾ UDF-ന് ലീഡ് ഉള്ളത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പക്ഷേ തൃപ്പൂണിത്തുറ അങ്ങനെ വരാനുള്ള കാരണം മുനിസിപ്പാലിറ്റി BJP ഭയങ്കരമായിട്ട് വോട്ട് പിടിച്ച് അവർക്ക് ഒത്തിരി വോട്ട് അങ്ങനെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആവട്ടെ. അപ്പൊ ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെ നല്ല ഒരു സ്ഥാനാർത്ഥി ആരാണോ അവർക്ക് ഗുണം കിട്ടും. UDF ആയാലും തർക്കമില്ലാത്തൊരു അതെ, അവിടെ ജനങ്ങളുടെ ഇടയിൽ കുറച്ച് സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥി അയാൾ കുറച്ച് പിടിക്കുന്ന ഒരു വോട്ട് നിർണായകമാണ്. ബാബു ആണെങ്കിൽ ബാബുവിന് പറ്റില്ലാത്തതുകൊണ്ടാണ്. ബാബുവിന് നിൽക്കാൻ സാധ്യതയില്ല, അസുഖം കാരണം അദ്ദേഹം ഇല്ല എന്നുള്ള നിലപാടാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. അതേപോലെ ജനകീയനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ജയിക്കും, അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥിയാണെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന ഈ സന്ദർഭത്തിൽ തൃപ്പൂണിത്തുറയും UDF വിജയിക്കാനാണ് സാധ്യത. പക്ഷെ എത്ര വോട്ടിന് ജയിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു സ്ഥാനാർത്ഥി ആവണം. സ്ഥാനാർത്ഥികളെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സംസാരിക്കാമല്ലോ. ഓക്കെ, താങ്ക് യു.